മാമ്പഴക്കാലം നമുക്ക് സന്തോഷത്തിൻ്റെ കാലമാണ്. ഇന്ന് നമുക്ക് മാങ്ങ എങ്ങനെ പുഴുയില്ലാതെ പഴുപ്പിക്കാം എന്ന് നോക്കാം. ഇന്ന് നമുക്ക് കുറേ മാങ്ങ കിട്ടിയിട്ടുണ്ട്. ഇതൊന്നും താഴെ വീഴാതെ പറിച്ചെടുത്തതാണ്. നല്ല ടേസ്റ്റും നല്ല വലിപ്പമുള്ള മാങ്ങയാണെന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് ഓരോന്നും 500 ഗ്രാമിന് മുകളിലുണ്ട്. ഇതേ മാവിൽ നിന്ന് തന്നെ നമുക്ക് 800-900 ഗ്രാമൊക്കെ വരുന്ന മാങ്ങയും കിട്ടിയിട്ടുണ്ട്. കുറച്ച് മാങ്ങ പഴുത്ത് വന്ന് വീണിട്ടുണ്ട് താഴെ. അതെല്ലാം പുഴുവായിരുന്നു. അപ്പോൾ നമുക്ക് പുഴുവില്ലാതെ മാങ്ങ പഴുപ്പിക്കുന്ന വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അളവൊന്നും കൃത്യമായിട്ട് നോക്കിയിട്ടില്ല. വെള്ളം തിളച്ച് തുടങ്ങിയപ്പോഴേക്കും 2 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം നന്നായി തിളച്ച ശേഷം തയ്യാറാക്കി വെച്ചിട്ടുള്ള ചരുവത്തിലേക്ക് അത് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതേ അളവിൽ പച്ചവെള്ളം കൂടി അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തു. ഈ പ്രോസസ്സ് ചെയ്യാനായിട്ട് 50 ഡിഗ്രി ചൂടാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പച്ചവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഓരോ മാങ്ങ എടുത്ത് വെള്ളത്തിലേക്ക് മുക്കി വയ്ക്കാം. മാങ്ങ നന്നായിട്ട് മുങ്ങിക്കിടക്കണം. എല്ലാ മാങ്ങയും പെറുക്കി വെച്ച ശേഷം ഞാനിത് ഒന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ സൈഡും നന്നായിട്ട് മുങ്ങുന്നു എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. മാങ്ങ മുക്കി വെച്ചിട്ട് 5 മിനിറ്റായി. ഓരോന്നായിട്ടെടുത്ത് തുടച്ച് വൃത്തിയാക്കി മാറ്റി വയ്ക്കാം. തുടച്ചുണക്കിയ മാങ്ങ ഈ കാർട്ടൂണിലേക്ക് പറക്കി വയ്ക്കാം. മാങ്ങ വെക്കുന്നതിന് മുമ്പ് അതിനകത്ത് കുറച്ച് ന്യൂസ് പേപ്പർ ഇടുന്നുണ്ട്. ഞാൻ വേഗം എല്ലാ മാങ്ങ അതിനകത്ത് പറക്കി വെച്ച് കാർട്ടൂൺ അടച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം മറന്നു, അതിൻ്റെ മുകളിൽ കൂടി ഒരു ന്യൂസ് പേപ്പർ വെക്കണമായിരുന്നു. അത് പിന്നീടാണ് ഓർമ്മിച്ചത്. ഞാനൊരു ന്യൂസ് പേപ്പർ എടുത്ത് എൻ്റെ മുകളിൽ വെച്ചിരുന്നു. ഇന്നിപ്പോൾ 3 ദിവസമായിട്ടുണ്ട് ഈ മാങ്ങ വെച്ചിട്ട്. ഞാൻ അന്നേ പറഞ്ഞില്ലേ ഞാനൊരു പേപ്പർ വയ്ക്കാൻ മറന്നു എന്ന്. ഞാൻ പിന്നീട് എടുത്ത് വെച്ചതാണ്. ദേ ഇപ്പം നമ്മുടെ മാങ്ങ പഴുത്തിട്ടുണ്ട്. ചുവന്ന കളറിലൊക്കെ ഇരിക്കുന്നുണ്ട്. ഇത് നല്ല വലിപ്പമുള്ള മാങ്ങയാണിത്. ഇതിനകത്ത് നാരുകൾ കുറവാണ്, ഫ്ലഷാണ് കൂടുതൽ. നല്ല ടേസ്റ്റുമാണ്. അധികം കളറൊന്നും ഇല്ലെങ്കിലും ഇതിന് നല്ല മധുരമുള്ള മാങ്ങയാണ്. നമുക്ക് ഇതിൻ്റെ 2 മാങ്ങ ഉണ്ടെങ്കിൽ ഒരു ഫാമിലിയിൽ നമുക്ക് ജ്യൂസും അടിക്കാൻ, കട്ട് ചെയ്ത് കഴിക്കുകയൊക്കെ ചെയ്യാം. അത്രയ്ക്കും വലിപ്പമുള്ള മാങ്ങയാണിത്. നന്നായി പഴുത്തും തോന്നിയ ഒരു മാങ്ങ എടുത്ത് ഞാനങ്ങ് ചെത്താൻ പോവുകയാണേ. ഇതിൻ്റെ അകത്തെ വിശേഷം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് പഴുത്തിട്ടുണ്ടോ, ഇതിനകത്ത് പുഴുണ്ടോ ഒക്കെ നോക്കാം. എന്തായാലും എടുത്ത മാങ്ങ നല്ലതാണെന്നാണ് തോന്നുന്നത്. പുഴുവിൻ്റെ കേടുകളൊന്നും സൈഡിലൊന്നും കാണുന്നില്ല. അപ്പോൾ നമുക്കിത് മുറിച്ചുകൂടി നോക്കാം. ഇതേ ഈ മാങ്ങയ്ക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. ആദ്യം ചെത്തിയ മാങ്ങയ്ക്ക് എല്ലാമൊന്നും പഴുത്തിട്ടില്ല. ഇത് നല്ല വലിപ്പമുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. ഇത് നല്ല മധുരമാണ് ഇതിന്. ആദ്യത്തെ ദിവസം നമുക്കെല്ലാം ഒന്നും പഴുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു മാങ്ങ എടുത്ത് ചെത്തി നോക്കി. അതും നല്ല മധുരമായിരുന്നു. അതുപോലെ അതിലും കേടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഈ മാങ്ങ പഴുപ്പിക്കാൻ വെച്ചാൽ എല്ലാം അങ്ങ് പുഴുത്തു പോകില്ലായിരുന്നു. പകുതി നല്ലതായിട്ട് കിട്ടും, പകുതി കേടുവന്നൊക്കെ പോകുമായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ വെച്ചതിൽ പിന്നെ ഒരു മാങ്ങയും കേടായി പോയിട്ടില്ല. ഇതിനിടയ്ക്ക് 2-3 ദിവസമൊക്കെ നമ്മളിത് നോക്കിയായിരുന്നു. അപ്പോൾ ഒന്നിനും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വർക്കാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.